ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റോടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിന് മുന്നത്തെ 2 വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കുന്നു. ഒരെണ്ണം ഹോബി പ്രൈം ലിസ്റ്റിൻ്റെ ആയിരുന്നു. പിന്നെ അത് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോബി പ്രൈം ലിസ്റ്റിലൂടെ അവതരിപ്പിക്കുന്ന പുതിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഹോബിയുടെ പ്രൈം ലിസ്റ്റിൽ പങ്കെടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് ഹോബിയിലെ പ്രൈം ലിസ്റ്റ് അലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ $50 അലൊക്കേഷൻ $1500 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് 4000 രൂപ നിങ്ങളുടെ 1,20,000 രൂപയായി മാറിയിട്ടുണ്ട്. കിട്ടിയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെ ഗെയിംസ് പാഡ് ടോക്കൺ ലോഞ്ച് ചെയ്ത സമയത്ത് കുറച്ച് പേര് വാങ്ങിയിട്ട് ചെറിയ പ്രോഫിറ്റ്സിന് വിറ്റവരും ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതെല്ലാം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് എയർ ഡ്രോപ്പ് കിട്ടിയ ഒരു ടോക്കണെ കുറിച്ചാണ്, ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ളത്. റഡാർ ടോക്കൺ ആണത്. നമ്മുടെ ഗ്രൂപ്പിലെ പലർക്കും ഏകദേശം 8600 ടോക്കൺസോളം കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഡാപ്പ് റഡാറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു എത്തേറിയം ബ്ലോക്ക് ചെയിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഡി ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയിരിക്കും. ഈ ഒരു എയർ ഡ്രോപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ മെറ്റാമാസ്കോ, ട്രസ്റ്റ് വാലറ്റോ, എത്തേറിയം നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുക. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ്. ഏകദേശം $45-50 ട്രാൻസാക്ഷൻ ഫീ പോകും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 8000 ടോക്കൺ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച് 8600 ടോക്കൺസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് $328 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിലെ പലരും 3-4 അക്കൗണ്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ്, അപ്പോൾ 32,000 ടോക്കൺസ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഒരു $1244 ഫ്രീ ആയിട്ട് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരുന്നു. ജസ്റ്റ് BSCയുടെ മുകളിലുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഇതുവഴി പോകുമായിരുന്നു. എത്തേറിയം ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കണെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡി ആപ്പ് റഡാർ എന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. ഡി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ എല്ലാവർക്കും അറിയാം. ആൻഡ്രോയിഡിൻ്റെ മുകളിലുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ആപ്പ് സ്റ്റോർ ഏകദേശം സിമിലർ തന്നെ. പക്ഷേ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു വേണ്ട. ഒരുവിധം വെരിഫൈഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡാപ്പ് റഡാറിൽ ഉണ്ടാവും. ഈ കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഐക്കൺസ് ആണ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഡാപ്പ് റഡാറിലുണ്ട്. ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും. ഇതെല്ലാം ട്രസ്റ്റ് വാലറ്റിലും സേഫ് വാലറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ആ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഡി ആപ്സ് വരുന്നുണ്ട്. അതല്ലാതെ നമ്മൾ വെബ്സൈറ്റ് വഴി പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡി ആപ്പ് ഉണ്ടെന്ന് അറിയാനും എന്തൊക്കെയാണ് അവരുടെ റാങ്കിങ്സ് വെരിഫൈഡ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഈ ഡാപ്പ് റഡാർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എക്സ്പ്ലോർ ഡി ആപ്സ് ആൻഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കാറ്റഗറി വൈസും ഇവരുടെ യൂസേഴ്സ് വൈസും കൊടുത്തിട്ടുണ്ട്. പാൻകേക്ക് സ്വാപ്പ് ആണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്നത്, 455K ആണ്. പിന്നെ സ്പ്ലിൻഡർ ലാൻഡ്സ് എന്ന ഒരു ഗെയിമാണ്, അത് വാക്സ് ബ്ലോക്ക് ചെയിൻ്റെ മുകളിലാണ്. അവരിലാണ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഓൾ മാറ്റി ഈത്ത് കൊടുത്താൽ ഈത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും കൂടുതൽ യൂസേഴ്സ്, അതേപോലെ ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ട്സ് കാണിക്കും, അതിന് ഡി ആപ്സ് കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പോയി നോക്കാവുന്നതാണ്. അത് റാങ്കിങ്സിൽ ഈ ഒരു പേജിലാണ്. D5 പോയി കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഈത്ത്, ബൈനാൻസ്, പോളിഗൺ, സൊളാനയുടെ മുകളിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ഡാപ്പ് റഡാറിൽ വരുന്ന ഒരുവിധം എല്ലാ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനും ട്രസ്റ്റഡ് ആയിരിക്കും. ഇതേപോലെ തന്നെ ഗെയിംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ കളിക്കാൻ പോകുന്ന മിക്ക ഗെയിംസും ഡി ആപ്സ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നല്ല ഗെയിംസും ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഗാംബ്ലിങ്ങിൻ്റെ ഉണ്ട്, എക്സ്ചേഞ്ചസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്, യൂണിസ്വാപ്പ്, പാൻകേക്ക് സ്വാപ്പ്, ക്വിക്ക് സ്വാപ്പ്, ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണ്. പിന്നെ NFTയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NFTs ഉണ്ട്, പോർട്ട്ഫോളിയോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു വാലറ്റ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാലറ്റിലുള്ള സകലമാന ടോക്കൺസ് എന്തൊക്കെയാണെന്ന് കാണിക്കും. എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലും ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലും മാത്രം ടോക്കൺസ് ആണ് ഇപ്പോൾ കാർഡിൽ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ വെരിഫൈഡ് ആയിട്ടുള്ള നല്ല എയർ ഡ്രോപ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ബൈനറി എക്സ് എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്, 4 ദിവസം കൊണ്ട് തീരുന്നു. $500 വർത്തായിട്ടുള്ള ടോക്കൺസ് ആണ് 100 പേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ $5 വെച്ചിട്ടുള്ള ടോക്കൺസ്. പിന്നെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. NFTയുടെ വാല്യൂ എസ്റ്റിമേറ്റർ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻ്റെ ഏതെങ്കിലും ഒരു NFTയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ NFT ID അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും. URL വെച്ചും NFT ID വെച്ചിട്ടും. പിന്നെ ടോക്കൺ സ്വാപ്പ് ഉണ്ട്. ഇപ്പോൾ എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുണ്ട്, ബൈനാൻസ് ഉണ്ട്, പോളിഗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൽ ടോക്കൺസ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടോക്കൺ എക്സ്പ്ലോറർ ഉണ്ട്. നമുക്ക് ഏതൊരു ടോക്കണേയും കുറിച്ചുള്ള ഡീറ്റെയിൽസും സെർച്ച് ചെയ്തിട്ട് കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ എക്സ്ചേഞ്ചിൽ കാണുന്ന അതേ സാധനങ്ങൾ തന്നെ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ടോക്കൺ സ്വാപ്പ് ഇത് കഴിഞ്ഞ് ഡെവലപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള റിപ്പോർട്ട്സ്, അതായത് 2021 കംപ്ലീറ്റ് ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള റിപ്പോർട്ട്, Q4,
Q3, Q2, Q1 ഒക്കെ കിട്ടും. കഴിഞ്ഞ 2 വർഷത്തെയും കിട്ടും. അപ്പോൾ ആ ഒരു വർഷത്തിലും ആ ഒരു ക്വാർട്ടറിലും നടന്ന സകലമാന ഡീറ്റെയിൽസും, അതായത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സകലമാന ഡീറ്റെയിൽസും ഇതിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പോയി നോക്കാം. പിന്നെ ഇൻഡസ്ട്രിയുടെ ഓവർവ്യൂ, എത്ര യൂസേഴ്സ് ഉണ്ട്, ഏതൊരു ബ്ലോക്ക് ചെയിനിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ്, ഏതൊരു സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ്. ഇപ്പോൾ കറന്റ് ഗെയിംസിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. 1.9 മില്യൺ യൂസേഴ്സ് ഗെയിംസിലുണ്ട്. DeFiയിൽ 936, 980 ആ റേഞ്ചിലേ ഉള്ളൂ. പിന്നെ യൂസേഴ്സ് പെർ പ്രോട്ടോക്കോൾ എത്രയുണ്ട്, ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. പിന്നെ ട്രാൻസാക്ഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പോൾ ഗെയിംസിൻ്റെ മുകളിലാണ്. 23 മില്യൺ ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് നടക്കുന്നത് ഒരു ദിവസം. പിന്നെ ട്രാൻസാക്ഷൻസ് പെർ പ്രോട്ടോക്കോൾ എത്രയാണ്, വാക്സിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. റഡാർ എന്ന് പറഞ്ഞ സെക്ഷനും ബ്ലോഗും മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. റഡാർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവരുടെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത റഡാർ ടോക്കനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ടോക്കൺ സ്കാൽപ്പിംഗ് ദ വേൾഡ്സ് DApp സ്റ്റോർ. DApp എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഓരോ കമ്പനി ഡെവലപ്പ് ചെയ്ത് അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആർക്കും അതിൽ കൺട്രോൾ ഉണ്ടാവില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. വോട്ടിംഗ് റൈറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എയർ ഡ്രോപ്പ് നിങ്ങൾ എലിജിബിൾ ആണെന്ന് അറിയാൻ ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ഗോ ടു എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് എത്രയും ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുക. എലിജിബിൾ ആണെങ്കിൽ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് കാണിക്കും. ക്ലെയിം ചെയ്യണമെങ്കിൽ $50 ഗ്യാസ് ഫീ പോകുന്നതാണ്. പിന്നെ ഗവർണൻസ് ടോക്കൺ ആണ് ഈ ഒരു റഡാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇവരുടെ വൈറ്റ് പേപ്പറിലൂടെ പറഞ്ഞുതരാം. പിന്നെ ഇവരുടെ സ്റ്റേക്കിംഗ് ഉണ്ട്. 578% APR കൊടുക്കുന്നത്. റഡാർ ടോക്കണും ഈത്തും കമ്പൈൻ ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ ആണ്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരുപാട് പേർക്ക് ലോസ് ഉണ്ടാവും. ഇംപെർമനന്റ് ലോസ് എന്ന് പറഞ്ഞൊരു കാര്യം ഇതിൽ വരുന്നതാണ്. പിന്നെ ഒരു റഡാർ പ്രോ എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഉണ്ട്. ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര റഡാർ ടോക്കൺസ് നമ്മുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഡാപ്പ് റഡാർ പ്രോയിൽ വരുന്നത് വെച്ചാൽ, പ്രീമിയം കണ്ടന്റ് ആക്സസ് വരും, എൻഹാൻസ്ഡ് ഡാറ്റ, അപ്പോൾ കൂടുതൽ ഡാറ്റ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും, ലൈവ് നോട്ടിഫിക്കേഷൻ ത്രൂ ഡിസ്കോഡ്, പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, സ്പെഷ്യൽ NFT ആക്സസ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ വൈറ്റ് പേപ്പർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ട മെയിൻ കാര്യം എന്താണ് റഡാർ ടോക്കൺ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. റഡാർ ടോക്കണിന്റെ യൂട്ടിലിറ്റീസ് ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആക്സസ് പ്രൊവൈഡിംഗ് റഡാർ ഹോൾഡേഴ്സ് വിത്ത് എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഡാപ്പ് റഡാർ പ്രീമിയം കണ്ടന്റ് ഫീച്ചേഴ്സ് ആൻഡ് മോർ. ഡാപ്പ് റഡാർ പ്രോ ആണ് ആ ഫീച്ചർ. പിന്നെ സ്റ്റേക്കിംഗ് വരുന്നുണ്ട്. എൻഷുർ ഹെൽത്തി ലിക്വിഡിറ്റി പൂൾസ് ആൻഡ് എനേബിൾ ലോ സ്ലിപ്പേജ് ട്രേഡിംഗ്, റിക്വയർഡ് ലിക്വിഡിറ്റി പൂൾ പാർട്ടിസിപ്പൻസ് വിത്ത് റഡാർ ടോക്കൺസ്. അത് ഞാൻ ഇപ്പോൾ ഈത്ത് റഡാർ LPനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെയാണ്. പിന്നെ DAO ഗവർണൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് DApps എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിലും നമ്മൾ എന്ത് ചേഞ്ചസ് കൊണ്ടുവരണം, വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ഈ ഒരു ടോക്കൺസ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നവർക്കാണ്. ഡിസ്കസിങ്, പ്രപ്പോസിങ്, വോട്ടിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ്. പിന്നെ പേയ്മെന്റ്സ്, ഇതാണ് വൺ ഓഫ് ദ മെയിൻ യൂസ് കേസ് ഡാപ്പ് റഡാറിന്റെ ടോക്കണിന്റെ. ഇൻട്രൊഡ്യൂസിംഗ് ദ ഓപ്ഷൻ ടു പേ ഇൻ റഡാർ ടോക്കൺസ് ഫോർ ഡാപ്പ് റഡാർ സർവീസസ്, പൊട്ടൻഷ്യലി ഓഫറിംഗ് സർവീസസ് ഡിസ്കൗണ്ട് ഫോർ യൂസേഴ്സ് പേയിങ് ഇൻ റഡാർ ടോക്കൺസ്. അപ്പോൾ ഈ ഡാപ്പ് റഡാറിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ DApps ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇതേപോലെ തന്നെ ഓരോ ഇതുണ്ട്, പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും. ആപ്പ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആഡ് എന്നൊക്കെ കാണാറില്ല. അപ്പോൾ അതൊക്കെ പേയ്മെന്റ് ചെയ്ത് മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ അതേപോലത്തെ സെയിം കാര്യങ്ങൾ ഈ ഒരു ഡാപ്പ് റഡാറിലും വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ റഡാർ ടോക്കൺസ് ആണ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾക്കല്ല, ഇതൊരു പുതിയ DApp ഫൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഡീസെൻട്രലൈസ് ആയിട്ട് വരും. അപ്പോൾ ഡാപ്പ് റഡാർ എന്ന വെബ്സൈറ്റ് കൂടുതൽ പേര് യൂസ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് ഈ ഒരു ടോക്കണിന്റെ യൂസ് കേസും അതേപോലെ കൂടും. ആ സമയത്ത് ഈ ടോക്കണിന്റെ വിലയും കൂടുന്നതാണ്. പിന്നെ ത്രൂ ഔട്ട് 2020 വിൽ ബി ആഡിങ് മോർ റഡാർ ടോക്കൺ യൂട്ടിലിറ്റി. അപ്പോൾ കൂടുതൽ യൂട്ടിലിറ്റീസ് 2022 ആഡ് ചെയ്യും. കോൺട്രിബ്യൂട്ട് ടു റിവാർഡിംഗ് കമ്മ്യൂണിറ്റി ക്യൂറേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാപ്പ് റഡാർ യൂസ് ചെയ്യണതിനും ചിലപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ഈ റഡാർ ടോക്കൺസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എയർ ഡ്രോപ്പ് കറന്റ് അവർ ജസ്റ്റ് ഡാപ്പ് റഡാർ വെച്ചിട്ട് എത്രയും ബ്ലോക്ക് ചെയിൻ കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയതിനാണ് അവർ ഈ റഡാർ ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പോൾ 2022 കൂടുതൽ ടോക്കൺ യൂട്ടിലിറ്റി ആയിട്ട് ഒരു വരുന്നതാണ്. അടുത്തത് റോഡ് ടു ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഡാപ്പ് റഡാറിൽ കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും. ഈ റഡാർ ടോക്കണിന്റെ യൂസ് കേസ് കൂടും. ഈ ആപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് റഡാർ ടോക്കൺസ് ഹോൾഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു റഡാർ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഡാപ്പ് റഡാറിൽ രജിസ്റ്റർ ചെയ്യാൻ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ യൂസ് കേസ് വരും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ടോക്കണിന്റെ വില കൂടാനുള്ള ചാൻസ്
ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് പേപ്പറിൽ പോയി നോക്കിയാൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാണ് ഡാപ്പ് റഡാറിൽ ടോക്കൺ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇവരുടെ ടോട്ടൽ ടോക്കൺ സപ്ലൈ ടോക്കണമിക്സ് ഞാൻ കവർ ചെയ്യാം. ഇവരുടെ ഇനീഷ്യൽ എയർ ഡ്രോപ്പ് 10% ആണ് ഇവർ കൊടുത്തേക്കുന്നത്. ബാക്കി 40% കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രഷറിയിലുണ്ട്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ടീമിന് കൊടുത്തിട്ടുണ്ട് ബാക്കി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിലീസിംഗ് എന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ എയർ ഡ്രോപ്പ്, ഡാവോ ട്രഷറി, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ടീംസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. സിഇഒ, ഫൗണ്ടർ, സിഡിഒ ആൻഡ് കോ ഫൗണ്ടർ, സിഒഒ, പിന്നെ ആരൊക്കെയാണ് ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഇവരുടെ റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. 2018 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2021 നിൽക്കും ടോക്കൺ എക്സ്പ്ലോർ, ടോക്കൺ സ്വാപ്പ്, നെഫ്റ്റ് റാങ്കിങ്സ് വന്നു. ഇനി നെഫ്റ്റ് എക്സ്പ്ലോർ വരും, ഗെയിമിംഗ് റാങ്കിങ്സ്. അപ്പോൾ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡി ആപ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗെയിമിംഗ് റാങ്കിങ്സ് വരും. മൊബൈൽ ആപ്പ് വരുന്നുണ്ട് ഡാപ്പ് റഡാറിൻ്റെ, ക്യൂറേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ. ഡാപ്പ് റഡാർ ഡാറ്റ പ്രൊവൈഡർ ഫോർ ഓൾ ഡി ആപ്പ് സ്റ്റോർസ്. അപ്പോൾ ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഡാപ്പ് റഡാറിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ടോട്ടൽ ടോക്കൺ സപ്ലൈയുടെ ഡീറ്റെയിൽസ് ടോക്കണമിക്സ് കൊടുത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. 10 ബില്യൺ ഒരു ടോട്ടൽ ടോക്കൺ സപ്ലൈ. ഇപ്പോൾ കറന്റ് വെറും 14 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. ഇത് ഈസി ആയിട്ട് 140 മില്യൺ 1.4 മില്യൺ ഒക്കെ ആവാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ കറണ്ട് പ്ലേ സ്റ്റോർ ഏത് രീതിയിലാണ് നിൽക്കുന്നത് ആ ലെവലിലേക്ക് ഈ ഡാപ്പ് റഡാർ വളരുന്നതാണ്. ആ സമയത്ത് ഇത് 1.4 14 ബില്യൺ ഒക്കെ ഈസി ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ ടോക്കണിന്റെ വില അതിനനുസരിച്ച് നല്ല രീതിയിൽ കൂടും. അപ്പോൾ ലോങ് ടേമിന് നല്ലൊരു കോയിൻ ആയിരിക്കും. ഇപ്പൊ കറന്റ് കോയിൻ നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. 0.02 ഒക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഡൗൺ ആവട്ടെ. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ട് ഈ ടോക്കൺസ് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാം. എയർ ഡ്രോപ്പ് കിട്ടിയവർ സെൽ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേക്കിങ്ങിന് ഇടുക. മറ്റേ ലിക്വിഡിറ്റി പ്രൊവൈഡറിന് കൊടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇവർ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 0.055 ആണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹോബി ഗ്ലോബലിലൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ടയർ 1 എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വേറെ എക്സ്ചേഞ്ചസിലുണ്ട്. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോബി ആയിരിക്കും. ഏറ്റവും ട്രസ്റ്റബിൾ, ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റിയും റഡാർ ടോക്കൺ ഉള്ളത് ഹോബിയുടെ മുകളിലാണ്. അപ്പോൾ ഹോബിയിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി കയറിയിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കറന്റ് ഒന്നുകൂടി പമ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിപ്പ് ഏകദേശം 0.035 0.3 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഹോബി ഗ്ലോബൽ ആയിരിക്കും. ഇതല്ലാതെ വേറെ എക്സ്ചേഞ്ചസിലും ഉണ്ട്, ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചസിലും ഉണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. റഡാർ ടോക്കൺ ഇപ്പോൾ കറന്റ് ടോപ്പ് ടയർ 1 എക്സ്ചേഞ്ചിൽ ഹോബിയിൽ മാത്രം ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഈ ടോക്കൺ ഒരുപാട് യൂസ് കേസ് ഭാവിയിൽ വരുന്നതാണ്. ഏത് രീതിയിലും ഇന്നത്തെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ഉണ്ടോ ആ രീതിയിലേക്ക് ഈ ഡാപ്പ് റഡാർ എത്തുന്നതാണ്. ആ സമയത്ത് ഈ ടോക്കണിന്റെ യൂസ് കേസും അതേപോലെ കൂടും. മെയിൻ യൂസ് കേസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റഡാർ ടോക്കണിന്റെ ഗവർണൻസ്, സ്റ്റേക്കിംഗ്, ഡാപ്പ് റഡാർ പ്രോ എന്ന ഫീച്ചർ എനേബിൾ ചെയ്യാനും പേയ്മെന്റ്സിന് വേണ്ടിയിട്ട്. ഡാപ്പ് റഡാറിലെ എന്തൊരു പേയ്മെന്റ്സിനും റഡാർ ടോക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് നിങ്ങളുടെ എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ വാലറ്റ് കണക്ട് ചെയ്ത് നോക്കുക. എലിജിബിൾ ആണെങ്കിൽ അതിൽ എലിജിബിൾ എന്ന് കാണിച്ചിട്ട് ടോക്കണിൻ്റെ നമ്പർ കാണിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എത്തേറിയം കയ്യിലുണ്ടായിരിക്കണം ട്രാൻസാക്ഷൻ ഫീ കൊടുക്കാനായിട്ട്. ഒരു $50 വർത്തായിട്ടുള്ള എത്തേറിയം പോവും. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു $300 വർത്തായിട്ടുള്ള ടോക്കൺ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എന്നാൽ 8000 ടോക്കണാണ് $300. 4000 കിട്ടിയ ആൾക്കാർ അധികം ഇല്ല. 8000 ആണ് ഒരുവിധം എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് $300 വർത്തായിട്ടുള്ള ടോക്കണും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡാപ്പ് റഡാറിനെ കുറിച്ചുള്ള സകലമാന കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡാപ്പ് റഡാർ എന്നും പറയും, ഡി ആപ്പ് റഡാർ എന്നും പറയും. ഞാൻ പറയുന്ന രീതിയിലാണ് ഡാപ്പ് റഡാർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പറയാൻ പറ്റും. ഡി ആപ്സ് എന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ്, അതാണ് ഡി ആപ്പ് എന്ന് പറയുന്നത്. ആർക്കും അതിൻ്റെ മുകളിൽ കൺട്രോളിലെ കമ്മ്യൂണിറ്റിയും വോട്ടിംഗ് റൈറ്റ്സും വെച്ചിട്ടാണ് ആ ഒരു ആപ്പിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, ഡാപ്പ് റഡാർന്നോ ഡി ആപ്പ് റഡാർന്നോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിയിരിക്കണം. ടൈംലി ഇൻഫോർമേഷൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.